ആലപ്പുഴയിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരവുമായി ജില്ലാ പഞ്ചായത്ത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ കണിച്ചുകുളങ്ങരയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ അനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തെരുവു നായ്ക്കളുടെ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾക്കായി പ്രവർത്തനം ആരംഭിച്ച ABC സെന്റർ മൃഗസംരക്ഷണ, ക്ഷീരവികസന, മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38,24,000 രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്ററിന്റെ നിർമ്മാണം. 840 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രധാന കെട്ടിടം, അനുബന്ധ സൗകര്യങ്ങൾക്ക് നിർമ്മിച്ചിരിക്കുന്ന ഷെഡുകൾ, 50 നായ്ക്കളെ പാർപ്പിക്കാനുള്ള കൂടുകൾ എന്നിവ ഉൾപ്പെടെയാണ് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് തെരുവു നായ്ക്കളുടെ പ്രശ്നം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ഇന്ന് ഗവൺമെൻറ് ത്രിതല പഞ്ചായത്തുകൾക്ക് പ്രത്യേകിച്ചും ഇതിൻ്റെ അധികാരം ഗ്രാമപഞ്ചായത്തിനുൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാത് പ്രദേശങ്ങളിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്താണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം വളർത്തുമൃഗങ്ങളും അതോടൊപ്പം തന്നെ 3 ലക്ഷം വരെ വരുന്ന വീട്ടിൽ തെരുവു നായ്ക്കളും നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയും സർവേയുമൊക്കെ ഞങ്ങൾ അങ്ങനെയാണിപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഒരു 5 വർഷം കൊണ്ട് ഇതിനെയൊക്കെ ഇന്ന് നിയന്ത്രണ വിധേയമാക്കി മാറ്റുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പോകുകയാണ്. ശസ്ത്രക്രിയ നടത്താനുള്ള തിയേറ്റർ, പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മുറികൾ, ജീവനക്കാർക്കുള്ള മുറി, ABC ഓഫീസ്, സ്റ്റോർ, മാലിന്യ നിർമ്മാർജ്ജന സൗകര്യം, അടുക്കള തുടങ്ങിയ സംവിധാനങ്ങളുമുണ്ട്. ദിവസം 10 ശസ്ത്രക്രിയകൾ വരെ നടത്തുവാനുള്ള സജ്ജീകരണങ്ങളാണ് കേന്ദ്രത്തിലുള്ളത്. ഒരു വെറ്റിനറി സർജൻ, 4 മൃഗപരിപാലകർ, ഒരു തിയേറ്റർ സഹായി, ഒരു ശുചീകരണ തൊഴിലാളി, നായപിടുത്ത സംഘം എന്നിവരെയും സെന്റർ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.